എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ചാനൽ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ മാസം എങ്ങനെയാണെന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അശ്വതി നക്ഷത്രക്കാരുടെ ഈ ഡിസംബർ മാസം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. പേജ് ഓഫ് കപ്സ്, Fool card, 8 of cups, 7 of wands, 4 of swords and last page of swords energy connections ആണ്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം ഒത്തിരി വളരെ ഏതൊരു കാര്യം വികാരധീനരായിട്ട് അല്ലെങ്കിൽ വികാരത്തിന് അടിമപ്പെട്ട് ചെയ്യുന്ന ഒരു പ്രത്യേക സമയമാണ്. അതായത് ആലോചിച്ച് കണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം പെട്ടെന്ന് കാര്യങ്ങൾ ഒരു വികാരത്തിന് അടിമപ്പെട്ടിട്ട് ചെയ്യുന്നത്, അത് ഏത് തരത്തിലുള്ളൊരു വികാരമാണെങ്കിലും ആവാം. കാരണം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വളരെ അടുത്ത സുഹൃത്തുക്കൾ എന്തെങ്കിലും നിങ്ങളുടെ ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള സഹായമായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും നിങ്ങളെ സന്തോഷിപ്പിക്കുകയാണ്. ഇനി സുഹൃത്തുക്കൾ തന്നെ ആവണമെന്നില്ല, നിങ്ങൾക്ക് അടുത്ത് വലിയ പരിചയമൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട് നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് പൊക്കി പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സന്തോഷത്തിൻ്റെ പുറത്ത് പെട്ടെന്ന് ഒന്നും നോക്കാതെ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും എടുത്ത് കൊടുക്കുന്നതോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാളോടുള്ള ദേഷ്യത്തിൻ്റെ പുറത്ത് ആ ഒരു വ്യക്തിക്ക് എതിരായിട്ട് എന്തെങ്കിലും ചെയ്യുന്നോ, ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളാവാം. അപ്പോൾ പ്രത്യേക ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു വികാരത്തിൻ്റെ പുറത്തൊന്നും ചെയ്യാതിരിക്കുക. കാരണം നമ്മളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും പല മാറ്റങ്ങളും കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് അതിജീവിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്തേക്കാം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് മറ്റൊരു തരത്തിലാണ്. ഇപ്പോൾ നിങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, വളരെയധികം ചിരിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ഇതിൽ അത് സംസാരമില്ല, എപ്പോഴും ഗൗരവമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരുപക്ഷെ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് സില്ലിയാണെന്ന് തോന്നുന്ന, അതായത് നിങ്ങളുടെ സ്വഭാവ രീതിക്കനുസരിച്ച് നിങ്ങൾ സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ സില്ലി ആയിട്ടെന്ന് തോന്നുന്ന രീതിയിൽ കളിതമാശകൾ ആ ഒരു രീതിയിലേക്കൊക്കെ പോകുന്നൊരു സാഹചര്യമാവും. ഒരു കുട്ടിത്തം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കുട്ടികളുടേതായിട്ടുള്ളൊരു ആകാംക്ഷ എല്ലാ കാര്യത്തിലുമൊക്കെ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓവർലി സെൻസിറ്റീവ് ആണ്. അപ്പോൾ ആ ഒരു ഓവർലി സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങൾ ഈ ഒരു മാസത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളുക, വികാരത്തിന് അടിമപ്പെട്ടിട്ട് കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ. പിന്നെ ഈ ഒരു മാസം പൊതുവേ നിങ്ങൾ സ്വയം ഉള്ളൊരു വിശ്വാസം വളരെ കുറവായിരിക്കും. അതായത് പൊതുവേ എല്ലാ കാര്യത്തിലും നിങ്ങളിപ്പം അതൊക്കെ എനിക്ക് വലിയ കാര്യമല്ല, സിമ്പിളാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒക്കെ ആളുകൾ നിങ്ങളെക്കുറിച്ചിട്ട് പറയുന്നത് ചെറിയ രീതിയിൽ പൊങ്ങച്ചം പറയുന്ന ആ ഒരു രീതിയിലുള്ളൊരു വ്യക്തിയാണെന്ന് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. കാരണം നിങ്ങളെല്ലാം അതൊക്കെ അത്ര വലിയ കാര്യമല്ല, എന്നെക്കൊണ്ട് പറ്റും, അല്ലെങ്കിൽ ഓവർ ആംബിഷ്യസ് ആയിട്ട് ഓവർ എന്തൂസിയാസ്റ്റിക് ആയിട്ടൊക്കെ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആളുകൾ പൊതുവെ ആ രീതിയിൽ കണ്ടുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ കോൺഫിഡൻസ് കുറഞ്ഞൊരു വ്യക്തിയിലേക്ക്, പൊതുവെ സംസാരപ്രിയരായിരിക്കും, നിങ്ങൾക്ക് ഒത്തിരി സംസാരിക്കാൻ ഇഷ്ടമുണ്ടാവും, എല്ലാവരുടെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു സദസ്സിന് മുമ്പിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്ന, മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യുന്നൊരു വ്യക്തിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ നിങ്ങൾ വന്ന് ഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം പല കാരണങ്ങൾ കൊണ്ട്, ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാരണങ്ങൾ കൊണ്ടാവാം. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾ കോൺഫിഡൻസ് കുറഞ്ഞു വരുമ്പോൾ കോൺഫിഡൻസ് കൂട്ടുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ പറയാം. ഞാൻ റെഡിയാണ്, എനിക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള എല്ലാ കഴിവുകളും ചുറ്റിനും അതിന് വേണ്ടുന്ന സാമഗ്രികളെല്ലാം തന്നെ എന്നിൽ ഉണ്ട് എന്നുള്ളൊരു ചിന്തയിൽ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോകും. അല്ലാത്ത പക്ഷം നിങ്ങളൊന്ന് ഉൾവലിഞ്ഞു പോകാം. അതായത് നിങ്ങളുടെ സ്വഭാവത്തിന് നേരെ എതിരായിട്ട് ചിരിച്ച് കളിച്ച് നടക്കുന്നതിൽ നിന്ന് നിങ്ങളൊന്ന് ഉൾവലിഞ്ഞു പോകാനുള്ളൊരു സാഹചര്യത്തിലേക്ക് പോകാൻ സാധ്യത ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഇമ്പൾസീവായിട്ടുള്ള ഡിസിഷൻ, ധൃതി പിടിച്ച് എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സാഹചര്യവും ഇവിടെ ഈ ഒരു സമയത്ത് ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യമെന്ന് പറയാം. ഓക്കെ, 8 of Cups എനർജിയാണ്. അപ്പം ചില ആളുകളെ സംബന്ധിച്ച് ഈ ഒരു മാസം നിങ്ങൾ
അതായത് ഒരു വലിയൊരു മാറ്റത്തിൻ്റെ സമയമാണ്. അപ്പോൾ ജീവിതത്തിൽ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ, അതിൽ നിന്ന് മറ്റ് ചില ഒരു അതായത് വിട്ടുകളയേണ്ട കാര്യങ്ങൾക്ക് വിട്ടുകളയുന്നത്, ലെറ്റ് ഗോ ചെയ്യാമെന്ന് പറയാം. അപ്പോൾ പഴയ ജോലികൾ ആവുമ്പോൾ ചെയ്തിരുന്ന ജോലി, ഇപ്പോൾ ഒരു ജോലിയിലുള്ളവരാണെങ്കിൽ ജോലി നിർത്തി പുതിയ ജോലിയിലേക്ക് പോകുന്നതിൻ്റെ കാര്യത്തിൽ തീരുമാനമാകുന്നതാവാം. നിങ്ങൾ കുറച്ചധികം നാളായിട്ട് ജോലി മാറണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. വർക്കിംഗ് അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് പിടിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതാവാം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതുപോലുള്ളൊരു സിറ്റുവേഷൻ ആകാം. വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നതായിരിക്കാം. സെൽഫ് ലവ് കുറച്ച് കുറവായിട്ട്, കാരണം നിങ്ങളുടെ സാഹചര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ജോലി സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ യു ആർ ലീവിങ് ബിഹൈൻഡ് യുവർ ഓൾഡ് റിയാലിറ്റി. അപ്പോൾ ഇപ്പോൾ ഉള്ള ജോലി വിട്ടിട്ട് പുതിയൊരു ജോലിയിലേക്ക് കടക്കുന്നു എന്നതാവാം ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഉള്ള ജോലിയിൽ നിന്ന് മാറി പുതിയ ജോലിയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു കറൻറ്റ് റിയാലിറ്റി, നിങ്ങളുടെ ഇപ്പോഴത്തെ റിയാലിറ്റി എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവാണ്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ജോലി സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സൊല്യൂഷൻ എടുക്കുന്നതിനു പകരം എല്ലായിടത്തും ഇങ്ങനെയാണ്, അപ്പോൾ ഇവിടെ നിന്ന് മാറിയാലും ഇങ്ങനെയാണ്, അതായത് പലതും സഹിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി സഹിച്ചിരിക്കുന്നത് വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് വരികയാണ്. അത് വിട്ട് കളഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടത്തിന് നിങ്ങൾക്ക് വേണ്ടുന്ന തരത്തിലുള്ള റെസ്പെക്റ്റ് കിട്ടുന്നിടത്ത് നിങ്ങൾക്കൊരു ജോലിയോ അതുപോലത്തെ കിട്ടാനുള്ള അവസരം ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതിപ്പോൾ ജോലി സിറ്റുവേഷൻ തന്നെ ആകണമെന്നില്ല, കാരണം ഇത് നിങ്ങളുടെ ഇമോഷൻസിനെ സംബന്ധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ ഭർത്തൃ വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ഏതൊരു ബന്ധത്തിൽ ഒത്തിരി വിട്ടുവീഴ്ചകൾ, മാത്രമല്ല എപ്പോഴും വിട്ടുവീഴ്ചകൾ നിങ്ങൾ മാത്രം ചെയ്യുന്നതല്ല, നിങ്ങൾ സഹിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളൊരു ഫീലിങ്ങിൽ നിന്നും ഇനി അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിലാവാം. ചിലപ്പോൾ ഇതൊരു ഡിവോഴ്സ് ആയിരിക്കാം, ഒരു നെഗറ്റീവ് ഫീലിംഗ് അല്ല, കാരണം ഇത് അങ്ങോട്ടേക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രത്യേകിച്ചൊരു നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിയില്ല, മറ്റേ ആൾ മാത്രമാണ് ഉള്ളത്, അങ്ങനെ ഒരു സിറ്റുവേഷനും ആവാം. കാരണം ഇവിടെ 7 ഓഫ് ഫോൺസ് എനർജിയാണ്. ചോയ്സ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് പുറത്ത് കിടക്കാം. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു എനർജിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സെൽഫ് എക്സ്പ്രഷൻ. പലപ്പോഴും പലർക്കും പറ്റാത്തൊരു കാര്യം, സ്വയം നിങ്ങൾ എന്താണ് ഫീൽ ചെയ്യുന്നത് തുറന്ന് സംസാരിക്കാനുള്ള അവസരം പോലും നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചുറ്റുപാടും നല്ല സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാൻ, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഡിഫെൻഡ് ചെയ്യാനും പറ്റുന്നു. അതേപോലെ കൂടെ നിൽക്കുന്ന ആളുകൾ നിങ്ങളെ ഡിഫെൻഡ് ചെയ്യാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വേണ്ടാത്ത കാര്യങ്ങൾ, അതായത് നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കാത്ത പലതും വിട്ടിട്ട് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് ഉള്ള അതിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർ, അതായത് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് ഒരിക്കലും നിങ്ങൾക്ക് എത്താൻ പറ്റില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും നിങ്ങളെ തളർത്താതെ നോക്കുക. കാരണം ഇവിടുത്തെ ഒരു എനർജി 5 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ്, ജെലസി ഒക്കെ ഉണ്ട്. മറ്റുള്ളവർ നിങ്ങൾക്ക് അതൊരിക്കലും പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളോടുള്ളൊരു അസൂയോ കാര്യങ്ങളൊക്കെ ആവാം. അപ്പോൾ അത് നിങ്ങളെ ഒരിക്കലും പിടിച്ചു അവിടെ നിങ്ങൾ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നവരെ പിന്തള്ളി മുന്നോട്ടേക്ക് പോകുക. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളയ്ക്കുന്ന സമയം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളാണ്, നിങ്ങളുടെ പഠനമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാവാം, നിങ്ങളുടെ ജോലിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാവാം, നിങ്ങളുടെ കുടുംബജീവിതമാവാം. അപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു വീട്ടമ്മയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇനി മുന്നോട്ടേക്ക് പോകാൻ ചാൻസസ് ഉണ്ട്. ജോലിയാവാം, ബിസിനസ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ റിട്ടയർ ചെയ്ത് എന്നാൽ റിട്ടയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളതല്ല, ഇനിയും അവസരങ്ങളുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി പേജ് ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ പേജ് ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റെസ്റ്റ്ലെസ് എനർജി അടുത്തിടയ്ക്ക് കാണുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് മനസ്സിൽ. അതിപ്പോൾ കുട്ടികളാണെങ്കിലും പ്രായമായിട്ടുള്ളവർ, ഇനി വാർദ്ധക്യ കാലത്തിലുള്ളവരാണെങ്കിൽ പോലും ആ ആഗ്രഹങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രായമില്ല എന്നുള്ളത് മനസ്സിലാക്കാം. റിമെയിൻ ഓപ്പൺ. നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന പല കാര്യങ്ങളും നിങ്ങൾ ഒരു കാലത്ത് ആഗ്രഹിച്ചാണ്, ഇനി അത് പറ്റില്ല എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് മാറ്റി വയ്ക്കുക, മുന്നോട്ടേക്ക് പോകാൻ അനാവശ്യ കാര്യങ്ങൾ സമയം കളയാതിരിക്കാം.
ഗോസിപ്സ്, പരദൂഷണങ്ങൾ അതുപോലുള്ള കാര്യങ്ങളിലല്ലാതെ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് പോകാനുള്ള വഴിത്തിരിവിലേക്കാണ്. അത് ഏത് വഴിയാണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. മറ്റുള്ളവരെ പറയുന്ന ഈ നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് ചിന്തിച്ച് സമയം കളയാതിരിക്കുക. ഈ ഒരു വർഷത്തെ അവസാനത്തെ മാസമാണ്. ഈ ഒരു മാസം നിങ്ങൾക്ക് പ്രിപ്പറേഷനാണ്, പലതും തയ്യാറെടുക്കുക. അടുത്ത വർഷം എന്ന് പറയുന്ന പുതിയൊരു തുടക്കമാണെന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.